ഓക്കെ, ഇന്നത്തെ ദിവസം ഇതിപ്പോൾ 9th Jan 2026 എൻട്രിയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. GBP/USD ഒരു എൻട്രി 9th Janൽ. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ വരുന്ന മന്ത്ലി ബയാസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. മന്ത്ലി ബയാസ് മന്ത്ലി ഡൗൺഫാളാണ്. മന്ത്ലി ഒരു റേഞ്ചിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു എക്സ്പാൻഷനാണ്, അപ്പിലേക്കുള്ളൊരു എക്സ്പാൻഷനാണ്. ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇത് ഡിസ്കൗണ്ട് ഏരിയ PDRAയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഇതിന് മുമ്പുള്ള DC കാണിച്ചിട്ട് PDRA വരച്ചു. PDRAയിൽ ഡിസ്കൗണ്ട് ഏരിയയിൽ ഇവിടെ ഒരു IFEG ഉണ്ട്. അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്നു. ഇനി ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാലും കുഴപ്പമില്ല. ഒരു അൺമിറ്റിഗേറ്റഡ് IFEG ഡിസ്കൗണ്ടിലുണ്ട് ഈ കറൻ്റ് റേഞ്ചിൽ. അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു FEGയിൽ വന്ന് ഇവിടെ ലോ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന രീതിയാണ്. ദെൻ ബയാസ് ഇതാണ് മന്ത്ലി CRT ഹൈ. ദെൻ ഇത് മന്ത്ലി CRT ലോയ്, CRT ലോ ഹൈ എടുത്തിട്ടുണ്ട്. മന്ത്ലി CRT ഹൈ, ഓക്കെ, ഇത് ഇവിടെ ബ്രേക്ക് ആയിരുന്നു. ഇതവിടെ ബോഡി ബ്രേക്ക് ആയി. അപ്പോൾ ആ CRT കഴിഞ്ഞു. പിന്നെ ഇതാണ് CRT, ഇതിൻ്റെ CRT ഇവിടെയാണ് വന്നിരിക്കുന്നത്. പുതിയ CRT ഇതാണ്. അതിൻ്റെ ലോ ഈ FEG ആണ് എടുത്തത്. ഈ കാണുന്ന FEG ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു. അത് നവംബറിലാണ് മാനിപ്പുലേറ്റ് ചെയ്ത്. എന്നിട്ട് മുകളിലേക്ക് പോയി. മുകളിൽ ഡോന്ന് ഇതിന് ബോഡി ബ്രേക്ക് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ CRT കഴിയും. ബോഡി ബ്രേക്ക് കിട്ടാത്തടത്തോളം കാലം അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. ഒരു മന്ത്ലി ക്വാർട്ടർലി ഷിഫ്റ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ റേഞ്ചിങ് തന്നെയാണ് കറൻ്റ്ലി നിൽക്കുന്നത്. എന്നാലും നമുക്കൊരു ബീറിഷ് ബയാസ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം താഴേക്ക് വരാനുള്ള ഒരു സാധ്യത, ഒരു സിറ്റുവേഷണൽ ബയാസ് വെച്ചിട്ട് ഒരു ബീറിഷ് ബയാസ് എന്നുള്ള രീതിയിൽ റഫായിട്ട് പറയാം. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. മന്ത്ലിയിൽ റഫായിട്ടൊരു സിറ്റുവേഷണൽ ബയാസ് വെച്ചിട്ട് ബീറിഷ് ബയാസ് എന്ന് പറയാം. വീക്ക്ലിയിൽ നേരെ വന്നു. വീക്ക്ലിയിൽ വരുമ്പോൾ ഇതൊരു MSS ക്രിയേറ്റ്, ഇവിടെ ഒരു MSS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. എക്സ്പാൻഷൻ ആണ്, റേഞ്ചിങ് അല്ല. കാരണം ഇവിടുത്തെ ഹൈ റിജക്റ്റ് ചെയ്ത് ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ലോ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇവിടെ ഒരു ഹൈ റിജക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ലോ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ബ്രേക്ക് ചെയ്തില്ല. ദെൻ താഴോട്ടേക്കുള്ള റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിസ്കൗണ്ടിലാണ് വന്നത്. ഈ റിജക്ഷൻ ബ്ലോക്കാണ് മിറ്റിഗേറ്റ് ചെയ്തത്. ഇവിടുത്തെ വീക്ക്ലി CRT ഇതാണ്. വീക്ക്ലി CRT ഹൈ. ദെൻ വീക്ക്ലി CRT ലോ ഇതാണ് വരുന്നത്. വീക്ക്ലി CRT ലോ അത് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് ഈ റിജക്ഷൻ ബ്ലോക്കിലേക്കാണ്. ഈ റിജക്ഷൻ ബ്ലോക്കിലാണ് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്. CRT ലോ മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്. സോ വീക്കിലിയിൽ മാനിപ്പുലേറ്റ് ചെയ്തേക്ക് താഴോട്ടേക്ക് പോകുന്ന രീതിയാണ്. ഒരു ഡൗൺഫാളാണ് വരുന്നത്. സോ വീക്കിലിയിൽ ഒരു ബീറിഷ് ബയാസാണ്. താഴെ വീക്കിലി CRT വരെയാണ് പോകുന്നുള്ള രീതിയിലാണ്. ക്ലോസ് ചെയ്ത് താഴോട്ട് പോകും എന്നുള്ള രീതി തന്നെയാണ്. ഒരു ബീറിഷ് ബയാസാണ്. വീക്കിലിയിൽ ഒരു ബീറിഷ് ബയാസാണ്. ഡെയിലിയിൽ വരുമ്പോൾ ഡെയിലിയിൽ ഇവിടെ ഒരു MS ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബോഡി ബ്രേക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ Thursday 9th ആണ്. റീപ്ലൈ ആയതുകൊണ്ട് ഇത് ഫുള്ള് നമുക്ക് കിട്ടിയിട്ടില്ല. കറൻ്റ് നോക്കുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ ഇത് ക്ലോസ് ആകുമ്പോൾ Thursday കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. Thursday Friday കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ്, 9th കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, 9th സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് നോക്കാം ഇത് എന്തായിരിക്കും എന്നുള്ള കാര്യം. ഡെയിലിയിലുള്ളൊരു CRT എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതാണ് CRT വരുന്നത്. കാണിച്ചു തരാം. ഇതാണ് CRT സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഡെയിലി CRT വരുന്നത്. ഡെയിലി CRT ലോ, ഇത് ഡെയിലി CRT ഹൈ. CRT ഹൈ അത് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് ഈ FEGയിലേക്കാണ്. ഡെയിലിയുള്ള ഇവിടുത്തെ FEGയിലേക്കാണ് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്.
FCGയിലേക്കാണ്. ഇവിടുന്ന് താഴോട്ടേക്ക് വരണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ വരുന്നത് ഡെയിലി CRT ലോയിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ്. നമുക്കത് 4 ഹവറിലേക്ക് മാറ്റാം. 4 ഹവറിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ വരുന്നത് 21 ആണല്ലോ. 9 o'clock പ്രീവിയസ് ഡേ 9 o'clock നോക്കാം. ഇതിപ്പോൾ 17 5 o'clock 9 o'clock ആയോ? S21 9 o'clock ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ CRT ക്യാൻഡിൽ വന്നിരിക്കുന്നത്. CRT വരയ്ക്കാം നമുക്ക്. 4 hours CRT ഹൈ, 4 hours CRT ലോയ്. ഓക്കെ, ഇതിൻ്റെ കീ ലെവൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയിട്ടുള്ള കീ ലെവലാണ്. ഈ റിജക്ഷൻ ബ്ലോക്ക് തന്നെയാണ്. സോ താഴോട്ടേക്കാണോ എന്ന് നമുക്ക് നോക്കാം. മുകളിലേക്കാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോക്കാം എന്തായാലും താഴേക്കാണ്. ഈ റിജക്ഷൻ ബ്ലോക്കാണ് RV. എന്തായിരിക്കും എന്ന് 15 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം. 15 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റൺ ചെയ്യുന്നു. ഓക്കെ, 2 o'clock 2:15 ഇവിടെയാണ്. 2:15 ആണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് OB ആയിട്ട് കറൻ്റ് OB ആയിട്ട് വരുന്നത്. ഇതാണ് OB. ഇത് CST കിട്ടുമോ എന്ന് നോക്കാം. OB നോക്കാം. ഓക്കെ, ഇത് CST വന്നത് ഇവിടെ നിന്നാണ്. CST വന്നു. CST കിട്ടിയത് നമുക്ക് 3:15 ആണ്. നമ്മൾ അതിനകത്ത് ഒരു എൻട്രി പ്ലാൻ ചെയ്യുകയാണ്. ലോങ് എൻട്രി ആണ്. 50% വരെ മാത്രമേ റൺ ചെയ്യാൻ പാടുള്ളൂ. 50% എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടം വരെയാണ്. ഇതാണ് CRT. നമുക്ക് ഇതിനകത്തൊരു എൻട്രി 1:1 ഇല്ല, തികച്ച് 1 പോലും ഇല്ല. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ഇല്ല. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ 1:2 കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1:2 കിട്ടും. ബട്ട് അതപ്പോഴും ഫുള്ളാവും. ഒരു 50% ആണെങ്കിൽ ഇവിടം വരെ പാടുള്ളൂ. ഇവിടെ നിന്നൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50% ഓൾറെഡി എടുത്തതാണ്. നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ്. എൻട്രി ആയി താഴോട്ടേക്ക് പോകുന്നു. പിന്നെ എന്താവും എന്നുള്ളത് നോക്കാം. SL അടിച്ചു. ഇത് ഓൾറെഡി ഞാൻ എടുത്ത എൻട്രി ആണ്. അതിനകത്ത് എനിക്ക് SL ആയിരുന്നു കിട്ടിയത്. SL അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിത് അനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. അതാണ് പ്രശ്നം. കാരണം ഇവിടെ ഓൾറെഡി 50% എടുത്തു. 50% എടുത്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുന്നുള്ളതായിരുന്നു. ഇവിടെ നിന്ന് ഓൾറെഡി CST ആയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് 50% എടുത്തു. 50% എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും 50%ലേക്ക് പോകുന്നുള്ള രീതിയിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തൊരു എൻട്രി ഇട്ടു. അതുകൊണ്ടാണ് ഇത് SL അടിച്ചത്. ഇത് ഇവിടെ നിന്ന് തന്നെയാണ് എൻട്രി ഇട്ടത്. ഒരു 50% നമുക്കൊരു എൻട്രി കിട്ടുമായിരുന്നെങ്കിൽ നമുക്കത് എൻട്രി കറക്റ്റായിട്ടുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. നമുക്കിവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു 50% 1:2 ഇതില്ല. 50% മുകളിൽ ഓൾറെഡി ക്ലോസ് ആയി. ഇവിടെ ഒരു എൻട്രി ഇല്ല. ഈ നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് ഇവിടെ ഒരു എൻട്രി ഇല്ല. പിന്നെ നമ്മൾ ആ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് നമ്മൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തതും ആ എൻട്രി നമുക്ക് SL അടിക്കാനും കാരണം. സോ ഇതെനിക്ക് SL അടിച്ച എൻട്രിയാണ്. SL അടിക്കാനുള്ള റീസണും ഞാൻ അവിടെ ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച ഓരോ വഴി വെച്ച് ഞാനൊരു വഴി കണ്ടുപിടിച്ച് അവിടെ ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് വളച്ചൊടിച്ച് ഉണ്ടാക്കിയ ഒരു എൻട്രിയാണ്. അതുകൊണ്ടായിരുന്നു അത് SL അടിച്ചത്. സോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകുമായിരുന്നെങ്കിൽ അവിടെ ഒരു എൻട്രി ഇല്ലായിരുന്നു. ഇത് എൻ്റെ ഒരു ബാഡ് എൻട്രിയാണ്. എൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എൻട്രി ആയിട്ട് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നു. ഇത് എങ്ങനെ എൻട്രി എടുക്കരുതെന്നുള്ളതിനുള്ളൊരു എൻട്രി എടുക്കരുതെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഒരു സെക്ഷനായിട്ട് എടുക്കാം.